ഹലോ ട്രെയിനീസ്, ഇന്ന് നമ്മൾ ബെഞ്ച് വൈസ്, ബെഞ്ച് ഹുക്ക്, ബെഞ്ച് സ്റ്റോപ്പ് എന്നിവയുടെ ഉപയോഗം പഠിക്കാം. ഈ വീഡിയോയുടെ ലക്ഷ്യങ്ങൾ ബെഞ്ച് വൈസ്, ബെഞ്ച് ഹുക്ക്, ബെഞ്ച് സ്റ്റോപ്പ് എന്നിവയുടെ ഉപയോഗം, ബെഞ്ച് വൈസ്, ബെഞ്ച് ഹുക്ക്, ബെഞ്ച് സ്റ്റോപ്പ് എന്നിവയുടെ അപേക്ഷ. നമുക്ക് തുടങ്ങാം. ഈ ഉപകരണത്തെ ബെഞ്ച് വൈസ് എന്ന് വിളിക്കുന്നു. തടിക്കഷ്ണങ്ങൾ മുറിക്കുകയോ തുളയ്ക്കുകയോ നിറയ്ക്കുകയോ ചെയ്യുമ്പോൾ അവയെ സുരക്ഷിതമായി പിടിക്കാൻ ഇത് ഉപയോഗിക്കുന്നു. ഓരോ സാഹചര്യത്തിലും ഇത് എങ്ങനെ ഉപയോഗിക്കുന്നു എന്ന് നോക്കാം. ആദ്യം നമ്മൾ ഹാൻഡിൽ തിരിക്കുന്നതിലൂടെ ബെഞ്ച് വൈസ് അടഞ്ഞ ജോവുകൾ വേർതിരിക്കണം. ഹാൻഡിൽ ചലിക്കുന്നില്ലെങ്കിൽ എതിർദിശയിലേക്ക് തിരിക്കാൻ ശ്രമിക്കുക. ഇത് ജോവുകൾ തുറക്കുന്നതിന് കാരണമാകും. ഇപ്പോൾ വെട്ടേണ്ട വർക്ക് പീസ് 2 ജോവുകൾക്കിടയിൽ വയ്ക്കുക. വെട്ടിമാറ്റേണ്ട പാർട്ടിന്റെ ഭാഗം ജോവിന്റെ പുറത്ത് കിടക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുക. വർക്ക് പീസ് ശരിയായ സ്ഥാനത്ത് സ്ഥാപിച്ച ശേഷം അതേ ഹാൻഡിൽ എതിർദിശയിലേക്ക് തിരിക്കുക. ഇത് ജോവുകൾ വർക്ക് പീസ് മുറുകെ പിടിക്കാൻ ഇടയാക്കും. വർക്ക് പീസ് 2 ജോവുകൾക്കിടയിൽ മുറുകെ പിടിക്കുന്നതുവരെ ഇത് കുറച്ച് മുന്നോട്ട് ചെയ്യുക. വർക്ക് പീസിന്റെ അടയാളപ്പെടുത്തിയ ഭാഗങ്ങൾ മുറിക്കാൻ ഇപ്പോൾ സോ ഉപയോഗിക്കുക. വർക്ക് പീസ് 2 ജോവുകൾക്കിടയിൽ മുറുകെ പിടിക്കുന്നതുവരെ ഇത് കുറച്ച് മുന്നോട്ട് ചെയ്യുക. വർക്ക് പീസിന്റെ അടയാളപ്പെടുത്തിയ ഭാഗങ്ങൾ തുരക്കാൻ ഇപ്പോൾ ഡ്രിൽ ഉപയോഗിക്കുക. വർക്ക് പീസ് ശരിയായ സ്ഥാനത്ത് സ്ഥാപിച്ച ശേഷം അതേ ഹാൻഡിൽ എതിർദിശയിലേക്ക് തിരിക്കുക. ഇത് ജോവുകൾ വർക്ക് പീസ് മുറുകെ പിടിക്കാൻ ഇടയാക്കും. വർക്ക് പീസ് 2 ജോവുകൾക്കിടയിൽ മുറുകെ പിടിക്കുന്നതുവരെ ഇത് കുറച്ച് മുന്നോട്ട് ചെയ്യുക. വർക്ക് പീസിന്റെ അറ്റങ്ങൾ ഫയൽ ചെയ്യാൻ ഇപ്പോൾ ഫയൽ ഉപയോഗിക്കുക. ഈ ഉപകരണം നമ്മൾ പൂർത്തിയാക്കി. നമുക്ക് അടുത്ത ഉപകരണത്തിലേക്ക് പോകാം. ഈ ഉപകരണത്തെ ബെഞ്ച് ഹുക്ക് എന്ന് വിളിക്കുന്നു. ഹാൻഡ് സോ ഉപയോഗിച്ച് ഒരു മരക്കഷ്ണത്തിൽ ക്രോസ് കട്ടിംഗ് നടത്തുമ്പോൾ മരക്കഷ്ണങ്ങൾ സുരക്ഷിതമായി പിടിക്കാൻ ഇത് ഉപയോഗിക്കുന്നു. ആദ്യം അതിന്റെ ഭാഗങ്ങൾ നോക്കാം. ഒരു കൊളുത്തും സ്റ്റോപ്പും കാണിച്ചിരിക്കുന്നതുപോലെ ഇതിന് 2 ഭാഗങ്ങളുണ്ട്. ഇനി അതെങ്ങനെ ഉപയോഗിക്കുന്നു എന്ന് നോക്കാം. ആദ്യം ബെഞ്ച് ഹുക്ക് മേശയുടെ അരികിൽ നിൽക്കുന്ന തരത്തിൽ സ്ഥാപിച്ചിരിക്കുന്നു. അപ്പോൾ വെട്ടിമാറ്റേണ്ട ഭാഗം സ്റ്റോപ്പിന്റെ അരികിൽ വരുന്ന തരത്തിൽ മുറിക്കേണ്ട വർക്ക് പീസ് സ്ഥാപിക്കുന്നു. സ്റ്റോപ്പിനെതിരായി നിൽക്കുന്ന തടിക്കഷ്ണത്തിന്റെ മുകൾ ഭാഗം നിങ്ങൾ പിടിക്കുന്നുവെന്ന് ഉറപ്പാക്കുക. എന്നിട്ട് മരക്കഷ്ണത്തിൽ വരച്ച വരയ്ക്ക് മുകളിൽ സോ സാവധാനം വയ്ക്കുക. ഈ ലൈനിലൂടെ സോ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാൻ തുടങ്ങുക. എല്ലായ്പ്പോഴും അളക്കുന്ന ഉപകരണങ്ങൾ ഉപയോഗിക്കാതെ ചെറിയ തടിക്കഷ്ണങ്ങൾ മുറിക്കുന്നത് എളുപ്പമാകുന്നതിന് സ്റ്റോപ്പിന്റെ മുകളിൽ നിങ്ങൾ എപ്പോഴും ഉപയോഗിക്കുന്ന സ്റ്റാൻഡേർഡ് നീളം അടയാളപ്പെടുത്താൻ കഴിയും എന്നതാണ് സഹായകരമായ ഒരു ടിപ്പ്. ഈ ഉപകരണം നമ്മൾ പൂർത്തിയാക്കി. നമുക്ക് അടുത്ത ഉപകരണത്തിലേക്ക് പോകാം. ഈ ഉപകരണത്തെ ബെഞ്ച് സ്റ്റോപ്പ് എന്ന് വിളിക്കുന്നു. വെട്ടുക, ഉളിയിടുക തുടങ്ങിയ വ്യത്യസ്ത പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ തടിക്കഷ്ണങ്ങൾ സുരക്ഷിതമായി പിടിക്കാൻ ഇത് ഉപയോഗിക്കുന്നു. ഇനി അതെങ്ങനെ ഉപയോഗിക്കുന്നു എന്ന് നോക്കാം. സാധാരണയായി വർക്ക് ടേബിളിനുള്ളിൽ ബെഞ്ച് സ്റ്റോപ്പുകൾ സ്ഥാപിക്കുന്നു. ഇത് ഉപയോഗിക്കുന്നതിന് അതിന്റെ ഒരറ്റം മേശയുടെ ഉപരിതലത്തിന് മുകളിൽ ഉയരാൻ ഇടയാക്കുന്ന ഒരു ദിശയിലേക്ക് തിരിയേണ്ടതുണ്ട്. ബെഞ്ച് സ്റ്റോപ്പിന്റെ ഉയർത്തിയ ഭാഗത്തിന് എതിരാണ് മരം വർക്ക് പീസ് സ്ഥാപിച്ചിരിക്കുന്നത്. മരം കൊണ്ടുള്ള വർക്ക് പീസിൽ വെട്ടുകയോ ഉളിയിടുകയോ ചെയ്യുകയാണെങ്കിൽ അത് ബെഞ്ചിന്റെ ഉപരിതലത്തിന് സമാന്തരമായ ഒരു ദിശയിലേക്കും നീങ്ങുന്നില്ലെന്ന് ഇത് ഉറപ്പാക്കും.
വർക്ക് പീസിന്റെ എല്ലാ അരികുകളും പിടിക്കാൻ അത്തരം നിരവധി ബെഞ്ച് സ്റ്റോപ്പുകൾ ഉപയോഗിക്കുമ്പോൾ അതൊരു ദിശയിലേക്കും നീങ്ങില്ല. ഇത് വർക്ക് പീസ് കൂടുതൽ സ്ഥിരതയുള്ളതാക്കും. ഈ ഉപകരണം നമ്മൾ പൂർത്തിയാക്കി. റീക്യാപ്പ്. സോയിങ്, ചിസ്ലിംഗ് പോലുള്ള പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ മരക്കഷ്ണങ്ങൾ സുരക്ഷിതമായി പിടിക്കാൻ ഒരു ബെഞ്ച് വൈസ് ഉപയോഗിക്കുന്നു. അതുപോലെ മരക്കഷ്ണങ്ങൾ സുരക്ഷിതമായി പിടിക്കാൻ ഒരു ബെഞ്ച് ഹുക്കും ഉപയോഗിക്കുന്നു. തടി കഷ്ണം മേശയിൽ നിന്നും നീങ്ങുന്നതിനായി തടയാൻ ഒരു ബെഞ്ച് സ്റ്റോപ്പ് ഉപയോഗിക്കുന്നു. ഈ വീഡിയോയിൽ കാണിച്ചതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നന്ദി, നമസ്കാരം.